ദുൽഖറിന് എന്തായാലും ആ കാറ് കാണിക്കുമ്പോഴേ കൈയടി തുടങ്ങി. കേരളത്തിലെ എല്ലാ തിയേറ്ററിലും കൈയടിക്കും. അപ്പോൾ അത് വരുന്നത് തന്നെ എന്നെ കൊല്ലാനോ. അപ്പോൾ അതിനകത്ത് ഞാനൊരു 10 എടുക്കുമെന്ന് പറഞ്ഞുള്ളൂ. അതിന് ഇതിനു മാത്രം എന്നെ കൊല്ലാനോ അത് അല്ല. ആ പടം കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരൊറ്റ വാക്കലാടെന്ന് പറഞ്ഞേരെ. ഈ ജി കെ പിള്ള സാറ് പുള്ളി വരാത്തല്ല, ഞാൻ കൊണ്ടുവരാത്ത വീട്ടിലേക്ക് 19 നടന്മാർ വന്നു. അതിൽ ടൊവിനോ ഉൾപ്പെടെയുള്ള, രാജശേഖരൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഷാജൻ ചേട്ടൻ ഉൾപ്പെടെ ഒരു നാടിൻ്റെ ഒരു ഉത്സവമായി മാറി. അത് ഇപ്പോഴാണ് ശരിക്കും എന്നോട് നിനക്ക് എന്നാ പണിയെന്നൊക്കെ ആളുകൾക്ക് മനസ്സിലായി, എനിക്ക് എന്നാ പണിയെന്നൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയത്. അപ്പോൾ അത് വലിയ സന്തോഷം. അത് പുള്ളി വല്ലാത്തൊരു അഡ്രസ്സും വല്ലാത്തൊരു ജീവിതം നീട്ടി തന്ന ദിവസമാണ് ഏപ്രിൽ 19. എൻ്റെ ആ പോസ്റ്റർ നിങ്ങൾ കീറി. വേദനയുണ്ട്, വല്ലാത്ത വേദനയുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ഉറച്ചു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നിങ്ങളെ കൊണ്ട് എൻ്റെ സിനിമയുടെ പോസ്റ്റർ കീറിക്കും. തൊണ്ടി മുതൽ സാക്ഷി എന്ന് പറയുന്നത് അതിനകത്ത് നിമിഷാ സജ്ജൻ ചോറുണ്ട് ഈ ഉരുളയത്തെ ഇവിടെ ഇട്ടിങ്ങനെ കഴിക്കുന്ന ഒരു സീൻ. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ എൻ്റെ വൈഫൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ സൈഡിലോട്ട് വന്നു. നമ്മൾ നേരെ അല്ലാത്ത സിനിമകൾ കണ്ടു നായികമാർ കഴിക്കും. കുറച്ച് ഞാൻ മിക്കപ്പോഴും പറയും, മലയാള സിനിമയിൽ പറമ്പിപ്പണിക്കാരനാണ് ഞാൻ. മിക്ക സിനിമയിലും അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പം ഇവരുടെ കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിൻപുറത്തുള്ള അച്ചാനായിട്ട് തോന്നണമെങ്കിൽ എന്നെ പിടിച്ച് നിർത്തിയാൽ കറക്റ്റാണ് തോന്നുന്നു പറയുന്നത് എൻ്റെ കുഴപ്പമല്ലല്ലോ. ഒരു ഉറങ്ങി രാവിലെ എഴുന്നേക്കാമെന്ന് പറഞ്ഞ് കിടന്നവരുടെ പുറത്തോട്ടാണ് വലിയ മണലും വന്ന് വീണ്. അവരെ തപ്പിയെടുത്തവരാരാ? അല്ല, അവരെ എടുത്തുകൊണ്ട് ആംബുലൻസിൽ കൊണ്ടുവരാം. അവർക്ക് വേണ്ടി കർമ്മം ചെയ്ത് അവരെ അടക്കിയവരാരാ? ഇതൊക്കെ കണ്ടിട്ടും പഠിക്കാത്ത ഒരു രാജ്യത്ത് ഒരു ശബ്ദം ഉണ്ടാക്കാൻ അരുണിന് പറ്റുന്നുണ്ടെങ്കിൽ വലിയ കാര്യം തന്നെ. നമസ്കാരം. പ്രമോദ് വെളിയനാടാണ് ഇന്ന് മീഡിയ വണ്ണോടൊപ്പം ചേരുന്നത്. ചേട്ടാ സ്വാഗതം. പുതിയ ചിത്രം ചുരുള് തിയേറ്ററുകളിലേക്ക് എത്താണ്. അതിന്റെ ട്രെയിലർ പുറത്തു വന്നു കഴിഞ്ഞ ദിവസം. അതില് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയ ഗെറ്റപ്പ്, പുതിയൊരു വേഷം. നമ്മൾ സാധാരണ കോമഡി കഥാപാത്രമായിട്ടൊക്കെയാണ് കൂടുതലും പരിചയപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ടൊരു നായിക വേഷത്തിലേക്ക് എത്താണ് ചുരുളിലൂടെ. എന്തൊക്കെയാണ് ചുരുളിലെ വിശേഷങ്ങൾ? ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. ഞാൻ ശരിക്കും പറഞ്ഞാൽ നായകനായിട്ട് അഭിനയിക്കുന്ന ആദ്യ സിനിമയല്ല ഇത്. അതാണ് എൻ്റെ വലിയൊരു മൂന്നാമത്തെ സിനിമയാണ്. പക്ഷെ അതൊന്നും അങ്ങനെ വേണ്ടതുപോലെ ശ്രദ്ധിക്കപ്പെട്ട ചെറിയൊരു പരിപാടികളാണ്. വളരെ സന്തോഷം. എന്താ പറഞ്ഞാൽ ഈ തമാശ ക്യാരക്ടറുകളാണ് കൂടുതൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞത്. അത് ഞാൻ എൻ്റെ വരവറിയാമല്ലോ, ഞാൻ നാടകത്തിൽ നിന്നാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്ര. കലാരംഗത്ത് അല്ലെ അഭിനയ രംഗത്ത് സജീവമായിരിക്കുന്നത് നാടകമാണ്. ഞാനൊരു 18 വർഷക്കാലം ഹ്യൂമർ കഥാപാത്രം, 17-18 വർഷക്കാലം ഹ്യൂമർ ക്യാരക്ടറുകളാണ് നാടകത്തിൽ ചെയ്തിരുന്നത്. അതിനുശേഷം മൊത്തം പിന്നീട്ടുള്ള കഴിഞ്ഞിട്ടുള്ള 26 വർഷക്കാലം ഉള്ള സ്റ്റേജ് പരിപാടികളിലാണ്, നാടകത്തിലായിരുന്നു. അതിൽ മിക്ക നാടകങ്ങളിലും ഒരു 10-11 നാടകങ്ങളിൽ 8-9 നാടകങ്ങളിലെടുത്ത് നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ട് കേരളത്തിൽ ഹിറ്റായിട്ടുള്ള അതുകൊണ്ട് നായകൻ എന്ന് പറയുന്നതിനോട് അതല്ല. അപ്പം സിനിമയിൽ എത്തുക എന്ന് പറയുന്നത് വലിയ സന്തോഷവും ജീവിതത്തിലെ ഏറ്റവും വലിയ നമ്മളെ അടയാളപ്പെടുത്തുന്നല്ലേ നമ്മളെ. പിന്നെ ഏത് സിനിമയിലും എപ്പോൾ ചെയ്യുമ്പോഴും ഞാൻ ഒരു ചെറിയ സീനേ ഉള്ളതിലും ആ സിനിമയിൽ ആ സമയത്തെ നായകൻ ഞാനാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആണല്ലോ എന്നെ, അല്ലെങ്കിൽ ആ സീനിൻ്റെ നായകൻ ഞാനായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ 5 പേര് നിൽക്കുന്ന ഒരു സീൻ വരികയാണെങ്കിൽ 5 പേരിൽ എന്നെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, അതെ ഞാനെന്നല്ല, ആ 5 പേരുടെ മനസ്സിലെ ആഗ്രഹം അതായിരിക്കണം. എൻ്റെ ഗുരുനാഥൻ, നാടകത്തിലെ ഗുരുനാഥൻ അഭയൻ കലൂരിനോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ കൂടെ ഞാൻ സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിൽ കൂടി സ്റ്റേജിൽ ആ സമയത്ത് നീ അഭയൻ കലൂരെന്ന് വിചാരിച്ചേക്കണമെന്ന് പറഞ്ഞു. അല്ലാതെ നീ അപ്പം പ്രമോദല്ല, നീ അഭയൻ ചേട്ടനെ കാട്ടും അല്ല അഭയൻ കലൂർ എന്ന് പറഞ്ഞ ആളിനെ കാട്ടും നല്ല നീയാണെന്ന് നീ തെളിയിക്കാൻ ശ്രമിക്കണം. അപ്പം നിന്നെ തോൽപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്ന അനുസരിച്ചാണ് നാടകത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു നമ്മൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ എൻ്റെ കൂടുതൽ ഫ്രെയിം വരത്തുള്ളൂ ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ നായകൻ എന്ന് പറയുന്നതിനെക്കാട്ടിലും നമ്മൾ എന്തെങ്കിലും മുന്നിൽ ഒരാൾ നിൽക്കുന്നു. പക്ഷേ എപ്പോഴും നമ്മൾ വലിയൊരു പടം നയിക്കുമ്പോഴാണെങ്കിലും പടനായകൻ എന്ന് പറയുമ്പോൾ പടനായകൻ്റെ പുറകിൽ കുറേ ആളുകളുള്ളതുകൊണ്ടാണ് പുള്ളിക്ക് പടം നയിക്കണം എന്ന് തോന്നുന്നു, അല്ലെ ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പിന്നിലുള്ളവരാണ് എന്നെക്കാട്ടി ശക്തർ. അവർ ധൈര്യമായിട്ട് പുറകിലുണ്ടോ എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ നടക്കുന്ന. അപ്പം ആ കഥ പറയാൻ എന്നെ കൊള്ളാം, അല്ലെ എന്നെ ഉപയോഗിക്കാം എന്ന് നമ്മുടെ ഡയറക്ടർക്കാരന് തോന്നുകയും ചെയ്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചു. വളരെ സന്തോഷം, ഒത്തിരി സന്തോഷിക്കണ്ടേ. ഈ നാടകത്തിലെ അഭിനയത്തെ കുറിച്ച് പറഞ്ഞത് പക്ഷെ ചെറിയൊരു കാര്യമല്ല, സംസ്ഥാന അവാർഡ് 2 തവണ നേടിയിട്ടുണ്ട്. അതിലെ അതിവൈകാരികമായിട്ട് ആ അവാർഡ് നേടുന്നതിനെ പറ്റി പറഞ്ഞിട്ടുമുണ്ട്. ഈ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പം പക്ഷെ അത്തരം ഒരു സ്വാഗതം കിട്ടിയിട്ടില്ല. വലിയ സ്വപ്നമുണ്ട്. അല്ല, നമ്മളത് എല്ലാവരുടെയും ആഗ്രഹമുണ്ടല്ലോ. നമ്മൾ ആദ്യമായിട്ട് സിനിമയിൽ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് നമ്മുടെ പുറകെ വന്നിരിക്കുന്നവർക്ക് ചോദിച്ചാൽ നമ്മളെക്കാട്ട് സീനിയർ ആയിരിക്കും ആ സിനിമയുടെ കാര്യത്തിൽ. അവർ എത്രയോ പേരുണ്ട്. ഞാൻ ചേട്ടൻ 40 പടമായി 50 പടമായി 60 പടമായി എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ എന്തുകൊണ്ടായി നമ്മൾ പറയുമ്പോൾ അതിൽ 100 പേരെ നമ്മളെടുത്താൽ അതിലൊരു 80 പേരും പാഷനാണ് അവരുടെ മനസ്സിൽ, സിനിമയിൽ എത്തണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയുള്ള കഠിനമായ ശ്രമമാണ്.
അത്. പക്ഷേ അതിൽ 10 പേര് കാണും, അന്നത്തെ 10 രൂപ കാശ് കിട്ടും, അതിൽ ഭക്ഷണം ഇതൊക്കെ കണ്ടു കേട്ട് പോകാം. അപ്പോൾ അങ്ങനെയുള്ളവർ എല്ലാവരുടെയും മനസ്സിലുണ്ട് നമ്മളെ നമ്മൾ ഈ ലോകത്തോട് ജീവിച്ചു പോയപ്പോൾ നമുക്ക് കിട്ടുന്ന നല്ല ആദരവുകൾ അല്ലെങ്കിൽ ബഹുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കലൊക്കെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന ഇതാണ്. ഞാനൊരു കൂലി വേലക്കാരനായിരുന്നു, നമ്മുടെ കുട്ടനാട്ടിലെ മേസ്തിരിപ്പണിക്കാരനായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം നമുക്കൊരു ടച്ച് കൃത്യമായിട്ടുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഇത്ര രൂപ കിട്ടും അന്ന്. അപ്പോൾ 500 രൂപ അന്നൊക്കെ ഞാൻ പണിയുന്ന സമയത്തൊക്കെ 500 രൂപയ്ക്കാന്ന് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 500-800 വരുന്ന സമയമൊക്കെ അപ്പം നിർത്തി. പിന്നെ നാടകത്തിൽ സജീവമായതുകൊണ്ട്. അപ്പം നമ്മളൊരു ജോലി വൃത്തിയായി ചെയ്യുമ്പോൾ 500 രൂപ കൂലിയുള്ള എനിക്ക് ഒരു 50 രൂപയുടെ തന്നിട്ട് പറയാം, പ്രമോദത്തിൽ പോയി പോകുന്ന എനിക്ക് ചായ കുടിച്ചു എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അല്ലെ ആ മുതലാളി അന്നത്തെ നമ്മളെ പണിയിപ്പിക്കുന്ന ആൾ ഒരു 50 രൂപയുടെ അഡീഷണൽ തരുന്നതാണ് എൻ്റെ ആദ്യത്തെ അവാർഡ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നന്നായി എന്ന് കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സിനിമയാണെങ്കിലും ഏത് സിനിമയാണെങ്കിലും ഞാൻ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ നാടകത്തിലാണെങ്കിലും നാടകം അഭിനയിച്ചാൽ എനിക്ക് ഇത്ര രൂപ പേയ്മെൻറ്റ് ഒരു സ്റ്റേജിൽ അഭിനയിക്കുമ്പോൾ ഇത്ര രൂപ തരുമെന്ന് ഒരു നേരത്തെ കണ്ടീഷനാണ്. അതിൻ്റെ അപ്പുറമാണ് നമുക്ക് ഈ അവാർഡ് തരാമെന്ന് അവർ പറഞ്ഞിട്ടില്ല. നമ്മളത് ചെയ്ത് വൃത്തിയാകുമ്പോഴാണ് നമുക്കത് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അതിനു വേണ്ടിയല്ല, എല്ലാ നാടകങ്ങളാണെങ്കിലും എല്ലാ അഭിനയം ചെയ്യുമ്പോഴും നമുക്ക് അവാർഡ് കിട്ടണം, അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിച്ചു ഇത് പൊളിക്കണം എന്ന് വിചാരിച്ച് തന്നെ ചെയ്യുന്നത്. അത് ഞാനെന്നല്ല, ഞാൻ ഈ പറഞ്ഞ നമ്മുടെ തൊട്ടുപുറയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞത്. അവരാണെങ്കിൽ എന്നെ കാണണം അത് അവരുടെ അവാർഡാണ്. നമ്മുടെ വീട്ടിൽ ഞാൻ നിൽക്കുന്നതെന്ന് പറയുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് കിട്ടണം എന്ന് പറഞ്ഞല്ല അഭിനയിക്കുന്നത്, ഇത് കിട്ടാനുള്ള ശ്രമമാണ്. തരിക എന്നുള്ളത് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ജഡ്ജസെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇതേക്കുറിച്ച് നമ്മളെക്കാട്ട് കൂടുതൽ സംസാരിക്കാൻ അറിയാവുന്ന അല്ലെ അതേക്കുറിച്ച് ആധികാരികം അറിയാവുന്നവരാണ് നമുക്ക് മാർക്കിടുന്നത്. അപ്പോൾ അവരുടെ മാർക്കിനേക്കാട്ടിലുപരി പ്രേക്ഷകൻ്റെ അതാണ് എന്നെ ഈ നാടകരംഗത്ത് പിടിച്ചു നിർത്തിയതും ഇപ്പോൾ ഇങ്ങോട്ട് വന്നതും. സന്തോഷം. ഈ ചുരുളിലാണെങ്കിലും ചുരുളിൻ്റെ ട്രെയിലർ വന്നു, അതേപോലെ കുറച്ച് പേര് സിനിമ കണ്ടു എന്ന് പറഞ്ഞു. ആ കണ്ടെന്ന് പറഞ്ഞ ആളുകൾ പോലും പ്രമോദേട്ടൻ്റെ അഭിനയത്തെ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എടുത്തു നിൽക്കുന്ന പ്രകടനം എന്നിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്പേസ് ചുരുള് നൽകുന്നുണ്ടോ? തീർച്ചയായും. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആ ഒരു ഒരു ചേഞ്ച് ഇല്ലേ, ത്രൂ ഔട്ട് ഒരു കഥാപാത്രം വരുന്നു, അതിനകത്തേക്ക് ഒരുപാട് പുതിയ ഇൻപുട്ടുകൾ വരുന്നു. ആ ഒരു പ്രോസസ്സിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ വീട്ടിൽ ഒരു അലമാരി തുറക്കുമ്പോൾ നമ്മൾ പണ്ടിട്ട ചില ഡ്രസ്സുകൾ കാണും, പുതിയത് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ ആ പഴയതെടുത്ത് ഇട്ട് നോക്കുമ്പോൾ ഇത് കൊള്ളാവില്ല എന്ന് പറയല്ലേ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇതൊക്കെ ഉണ്ടപ്പാ ഇങ്ങനെയുള്ള സാധനമൊക്കെ ചെയ്യാനുള്ള നാടകത്തിൽ ചെയ്തതിൻ്റെ ധൈര്യമായി പറഞ്ഞത്. അല്ലാതെ അതിന് മുമ്പ് നമ്മൾ നാടകവും സിനിമയും ഒരുപാട് വ്യത്യാസം ഉണ്ടെങ്കിൽ ചില പെർഫോമൻസിൽ നമുക്ക് സ്വാധീനിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത്. നമ്മൾ അലമാരിക്കകത്ത് വെച്ച് അടച്ചിരിക്കുക, അതിനകത്ത് ആവശ്യമുള്ളത് മാത്രം ഓരോരുത്തർ വന്നെടുക്കുക. അപ്പം അതിനകത്ത് നല്ലത് ഇരിപ്പുണ്ട്. ആ നല്ലത് ചോദിച്ച് മേടിക്കുന്ന ഡയറക്ടേഴ്സോ തിരക്കഥാകൃത്തുക്കളോ ഒക്കെ വന്നാൽ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കും. കൊടുത്തു എന്ന് അതിന് ഒരിക്കലും ഇല്ല. അവർ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാനുള്ള ശ്രമങ്ങളാണ്. എല്ലാ സിനിമകളും ചിലപ്പോൾ ഈ സിനിമ നമ്മൾ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നും ഇനി കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു തോന്നും. ആ തോന്നലാണ് ശരിക്കും ഒരു നടനെ അല്ലെങ്കിൽ ഒരു നടിയെ അല്ലെങ്കിൽ ഒരു ആക്ടറെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ഇനി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളെ ഈ വ്യക്തിപരമായി അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ ചൂഷണം ചെയ്യുന്ന കഥാപാത്രങ്ങൾ തരാനുള്ള ധൈര്യം ഡയറക്ടേഴ്സും തിരക്കഥാകൃത്തുക്കളും കാണിക്കുമ്പോഴാണ് നമുക്കും ഇത്. സൈക്കിളിൽ നമുക്ക് ബാലൻസ് കിട്ടുന്നത് എപ്പോഴാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൈക്കിൾ ചവിട്ട് പഠിക്കുമ്പോൾ ബാലൻസ് കിട്ടുന്നത് നമ്മൾ പോലും അറിയാത്തൊരു സമയത്താണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ പുറകിൽ ഇങ്ങനെ പിടിക്കാൻ നമുക്ക് ആളുണ്ടെന്നുള്ള ധൈര്യത്തിൽ നമ്മൾ ആദ്യമൊക്കെ ചവിട്ടെ അവർ വിട്ടിട്ട് അവിടെ ഇങ്ങനെ കൈ കിട്ടി നോക്കി. അപ്പോൾ നമ്മൾ അറിയാതെ ചവിട്ടിപ്പോകും. അപ്പോൾ അതിൻ്റെ പുറകിൽ ഈ ഒരു ഡയറക്ടറുണ്ട്, തിരക്കഥാകൃത്തുണ്ട്, ഇതിനെ പണം മുടക്കാനുള്ള ആളുകൾ പുറകിലുണ്ടെന്നുള്ള ധൈര്യം തന്ന് നീ ധൈര്യമായിട്ട് പോടാന്ന് പറയുന്നിടത്തുനിന്നാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ധൈര്യം തന്ന് നമ്മളെ വിടാൻ ആളുകൾ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അപൂർവങ്ങളായ ചിലപ്പോൾ ഇങ്ങനെ ചെറിയ എനിക്ക് 100% ഭയങ്കര സന്തോഷമാണ് ഈ സിനിമയിൽ ആ കഥാപാത്രം ചെയ്യാൻ പറ്റിയത്. അത് 3 കാലഘട്ടത്തിൽ കൂടെ പോകുന്നൊരു കഥയാണ്. ആ കഥയിൽ ആ 3 കാലഘട്ടത്തിലും ഞാനുണ്ട്. എൻ്റെ ജീവിതമാണ് പറയുന്നത് ഈ സിനിമയിൽ. എൻ്റെ എന്ന് വെച്ചാൽ ഈ സത്യൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ഇങ്ങനെ പറഞ്ഞത്. എനിക്കത് അരുണനോട് കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലാതെ ടച്ച് ചെയ്തു. എനിക്ക് എവിടേക്കോ കാണാൻ കഴിഞ്ഞ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കണ്ണു തുറക്കുമ്പോൾ നമ്മൾ TV വെക്കുമ്പോഴും പത്രം വായിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാൻ കഴിഞ്ഞ പല കഥകളും അല്ലെങ്കിൽ പല സംഭവങ്ങളും ഇതുമായിട്ട് കണക്റ്റഡാണ്. അതൊക്കെ ഉണ്ടോ എന്ന് ഇപ്പോൾ ചോദിച്ചാൽ 100% ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ലെന്നും പറയാം. അങ്ങനത്തെ ഒരു കഥയാണ്. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി. എപ്പോഴും ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് ഇത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കും. ഒരു ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്ന ഒരു ഫാക്ടർ പറയാൻ പലരും മടിക്കുന്ന ഒരു കഥയെ അല്ലെങ്കിൽ പറയാൻ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണ്ട. ഞാൻ പല സ്ഥലത്തും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരാളെങ്കിലും ഒന്ന് ഒച്ച വെച്ച് സംസാരിക്കാനുണ്ടാകണം. അതൊരു സിനിമയിലൂടെ ആകാം. ചിലപ്പോൾ അത് എൻ്റെ മാധ്യമം സിനിമ ആയതുകൊണ്ട് അരുൺ അത് ഈ സിനിമയിലൂടെ അത് ഉറക്കം വിളിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെ മാറ്റിയേ പറ്റൂ എന്ന് പറയുന്നത്. നമ്മൾ ഈ ജാതീയത ഒക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പം ഞാൻ അതേക്കുറിച്ച് പലപ്പോഴും പറയും. നമ്മൾ മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ ഒരു ജാതി നോക്കാറില്ലല്ലോ.
ഉണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഒരു ഹിന്ദു പാരസെറ്റമോൾ തരുമെന്ന് പറഞ്ഞ് ആരും ചോദിക്കുന്നത് കേട്ടിട്ടില്ല. ഒരു ക്രിസ്ത്യൻ പാരസെറ്റമോൾ ചോദിക്കാറില്ല. എ പോസിറ്റീവ് മുസ്ലിം രക്തം വേണമെന്ന് ആരും പറയാറുണ്ടോ? നമ്മളെ പരിശോധിക്കാൻ പറ്റുന്ന ഡോക്ടർ ഇന്നതായിരിക്കണം. നമ്മൾ കഴിക്കുന്ന ചോറ് ആരുണ്ടാക്കിയാന്ന് നമുക്കറിയാം. പിന്നെ എവിടെയാണ് ഇങ്ങനെ നമ്മൾ ഈ എല്ലാവർക്കും കൂടെ പ്രത്യേക ഇന്ന വിഭാഗക്കാർ മാത്രം ഈ ഭാഗത്തെ ശ്വാസം ശ്വസിക്കുക, വായു ശ്വസിക്കുക, ഇങ്ങോട്ടുള്ളവർ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ഉറങ്ങി രാവിലെ എഴുന്നേക്കാമെന്ന് പറഞ്ഞ് കിടന്നവരുടെ പുറത്തോട്ടാണ് വലിയ മണലും വന്ന് വീണ്. അവരെ തപ്പിയെടുത്തവരാരാ? അല്ല അവരെ എടുത്തുകൊണ്ട് ആംബുലൻസിൽ കൊണ്ടുവരാം. അവർക്ക് വേണ്ടി കർമ്മം ചെയ്ത് അവരെ അടക്കിയവരാരാ? ഇതൊക്കെ കണ്ടിട്ടും പഠിക്കാത്ത ഒരു രാജ്യത്ത് ഒരു ശബ്ദം ഉണ്ടാക്കാൻ അരുണിന് പറ്റുന്നുണ്ടെങ്കിൽ വലിയ കാര്യം തന്നെ. മനസ്സിലാക്കണമെന്ന് ഈ ചുരുളിന്റെ ട്രെയിലറിൽ നിന്നും അത് വ്യക്തമാണ്. അത് ഒരു കീഴാള രാഷ്ട്രീയം അതിലേക്ക് ലൗഡായിട്ട് തന്നെ ഉണ്ട്. ഒരു പറഞ്ഞു കേൾക്കാനുള്ള ഒരു എന്നെക്കാട്ടി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ വലിയല്ലേ, അല്ലെ പിന്നെ റേഡിയോ ആയി പോവില്ലേ, ഞാൻ മാത്രം സംസാരിക്കുക. പറഞ്ഞു. അത് ഒരു മലയോര ഗ്രാമത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു അവിടെ ഈ സിസ്റ്റത്തിനോട് കലഹിച്ച് മറ്റെന്തോ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടമാണ്, ഒരു കൂട്ടമായിട്ടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് സിസ്റ്റത്തോടുള്ള. ആ ഒരു കലഹം തന്നെയാണോ ഇതിന്റെ രാഷ്ട്രീയം? തീർച്ചയായും ഇത് ഒരാളുടെ ശബ്ദമല്ലെന്ന് ശരിക്കും. അത് ഒരാളിലേക്ക് അത് കേന്ദ്രീകരിക്കുന്നതല്ലോ. ഒരുപാട് പേരുടെ ശബ്ദത്തെ അവരൊന്ന് അത് എന്താ ചുരുക്കി ഒരാൾ നമ്മൾ ചില സ്ഥലങ്ങളിലേ ഇപ്പം ഈ മിണ്ടരുത് എന്ന് പറയുന്ന ചില സ്ഥലങ്ങളുണ്ട്. നമ്മൾ ശബ്ദിച്ചു പോരുതെന്ന് പറഞ്ഞത് ചിലർ അറിയാതെ ശബ്ദിച്ചു പോകും. അവർക്ക് അങ്ങനെ പറ്റില്ല. ചില കാണുന്ന അനീതിക്കെതിരെയോ അല്ലെ ചിലതിനെതിരെ ശബ്ദിച്ചു പോകും. അത് അവരുടെ ജെന്യുവനായിട്ടുള്ള ഇതാണ്. അങ്ങനെ എത്ര നേരം എന്നും പറയും നമ്മളെ ഒരാൾക്ക് അമർത്തി പിടിച്ചുകൊണ്ടിരിക്കാനോ പോകും. നമുക്ക് എനിക്ക് 100 ഉണ്ട്. ഞാൻ ഈ ശകല എടുത്തിയാട്ടക്കാരനാണ്. അതിൻ്റെ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായിട്ടുള്ള ആളാണ്. നമ്മൾ ചില കാഴ്ചകൾ കാണുമ്പോൾ അത് ശരിയല്ല എന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറയും. പക്ഷെ അത് ചിലപ്പോൾ ആ സാഹചര്യത്തിൽ അത് പറയണ്ടായിരിക്കും. പക്ഷേ എനിക്കതപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അതുപോലെ തന്നെ തമാശയൊക്കെയാണല്ലേ കൗണ്ടറുകൾ വരുമ്പോൾ പറഞ്ഞില്ലേ തൊണ്ട കഫം കെട്ടിയ പോലെ പറയാതിരിക്കാൻ ഒക്കുകയല്ലോ, നമുക്ക് പറഞ്ഞു പോകും. അപ്പം അങ്ങനെ ചിലരുടെ ചില ശബ്ദങ്ങൾക്കെതിരെ നമുക്ക് അലറിക്കൂടി പറയാനത്തില്ലെങ്കിലും നമുക്കൊന്ന് മൂടുവെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ചില എന്താ പറയുക, ഈ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും പറയാൻ നോക്കുകയാണെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും വെളിച്ചം എത്താത്ത സ്ഥലങ്ങളുണ്ട്. ചില തലയ്ക്കകത്ത് ചിലരുടെ തലയിലുള്ളിൽ. അപ്പോൾ അതൊക്കെ മാറ്റിയത് ഇവർ മനുഷ്യരാണെന്ന് ചിന്തിക്കുക. ഇവരുടെ ആ പാവങ്ങൾ നമ്മുടെ ഒരു മലയോര കർഷകരുടെ തേയിലെന്നുള്ളിൽ ജീവിക്കുന്നത് അവർ നുള്ളുന്ന തേയിലയാണ് ഇവർ കാപ്പി കട്ടറിട്ട് കുടിക്കുന്നത്. അപ്പോൾ അത് ചില ശില്പങ്ങൾ ഉണ്ടാക്കുന്നവർ ശില്പം ചെയ്ത് അത് അതിനകത്ത് ആവാഹിച്ച് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹവും ആയിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെയൊക്കെയില്ല ചിലയിടത്തൊക്കെ. ചില നമ്മൾ നോക്കിയാൽ അവിടെ വരമ്പുണ്ടോ അതിർവരമ്പുണ്ടോ ചോദിച്ചാൽ നോക്കിയാൽ കാണത്തില്ല. പക്ഷെ നമ്മൾ ചെന്ന് തൊട്ട് നോക്കുന്നത് ഉണ്ടെന്ന് അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം അതിനെ മാറ്റാൻ അതിൻ്റെ മേലിൽ എന്ന് പറയുന്നത് ഏതോ ഒരു ലെയർ ഇട്ടിങ്ങനെ മൂടിയിരിക്കും. പക്ഷെ ആ ലെയർ ഒന്ന് പൊട്ടിഞ്ഞ് നോക്കിയാൽ വ്യക്തമായി വളരെ മോശം മുഖങ്ങളെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അത് പല സ്ഥലങ്ങളിൽ നമ്മൾ എടുത്തു നോക്കിക്കോ എത്രയോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. അത് എന്തിനാണ് അവർക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അത് എല്ലാ മേഖലയിലുണ്ട്. കലാമേഖലയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്. നമ്മൾ എടുത്തു നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന നമ്മളൊക്കെ 4 നേരം അല്ലെങ്കിൽ 1 നേരമെങ്കിലും അരിയാഹാരം കഴിക്കുന്നവരല്ലേ, ബോധമുള്ളവരല്ലേ. നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ മാറുന്നൊരു കാലത്തിലൂടെ പുതിയ തലമുറ വരുന്നത്. അവരൊന്നും ഇതിനോടൊന്നും ഒരു യോജിപ്പില്ലല്ലോ. അത് ഇപ്പം നമ്മൾ പുതിയതായിട്ട് രാഷ്ട്രീയത്തിലേക്ക് പുതിയ ചെറുപ്പക്കാരുടെ കടന്നുവരെ വളരെ കുറവല്ലേ, അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളുടെ മുൻതലയിലേക്ക് വളരെ കുറവല്ലേ. ഇതൊന്നും അല്ല എൻ്റെ സത്യം. ഇതൊക്കെ കാണണമെങ്കിൽ മെഡിക്കൽ കോളേജ് ഒന്ന് നോക്കണം. ഇതല്ല സത്യം എന്നുള്ളത്. സിനിമാ ലോകത്തേക്ക് തന്നെ വരുന്ന സമയത്ത് ഇത്തരം ഒരു വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് എന്ന് ഇപ്പം വരും കാലങ്ങളിൽ നമ്മൾ കണ്ടു. അതിൽ തന്നെ ഇപ്പം വിനായകനൊക്കെ നിരന്തരം പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, ജാതിയുടെ രാഷ്ട്രീയമുണ്ട്. അതായത് ഒരു നായകനെയോ അല്ലെങ്കിൽ സഹനായകനെയോ അല്ലെങ്കിൽ ഒരു വില്ലനെയോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാസ്റ്റിങ്ങിൽ തന്നെ ആ ഒരു ജാതീയത വ്യക്തമാണ് എന്ന് പറയാറുണ്ട്. അതെപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് നിലനിൽക്കുന്ന? ഇല്ല, എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ നമ്മൾ ചെറിയ സമയമായിട്ടല്ലോ വന്നിട്ട്. അപ്പോൾ എന്നോട് അങ്ങനൊന്നും എനിക്കുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായിരിക്കാം, അതിനെക്കുറിച്ച് നമുക്ക് ഇതല്ല. പക്ഷേ ഇത് ഈ പറയുന്നവരോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരോ അല്ലെന്ന് ഇതിൻ്റെ ശരിക്കുമുള്ള കുറ്റക്കാർ ഞാൻ നോക്കിയിട്ട് കാഴ്ചക്കാരാണ്. ഞാൻ നമുക്കൊരു വണ്ണം കുറഞ്ഞ് അല്ലെങ്കിൽ മെലിഞ്ഞിട്ട് ഒരു പോലീസുകാരനെ ഒരു സിനിമയിലോ ഒരു നാടകത്തിലോ അല്ലെങ്കിൽ എന്തൊരു ഷോർട്ട് ഫിലിമിൽ പോലും നമുക്കൊന്ന് കാണിച്ചാൽ പറയും ഇവനവിടെ ഇത് അന്വേഷിക്കാൻ വന്നെന്ന് ചോദിക്കില്ലേ. അത് നമ്മുടെ കാഴ്ചപ്പാട്. അങ്ങനല്ല, ഇങ്ങനെ ആയിരിക്കണമെന്ന്. ആരാണ് ഇതൊക്കെ ഇത്? നമ്മുടെ ചില ഭയങ്കര ലെജൻഡുകളായിട്ടുള്ള പോലീസ് ഓഫീസറിനെ വണ്ണക്കുറവായിരിക്കും അവർ ചിലപ്പോൾ സൗന്ദര്യമില്ലാത്തവരായിരിക്കും.
പക്ഷേ അവൻ്റെ തലച്ചോറിനാണ് സൗന്ദര്യം. അവൻ ഈ പുറമെ അതായത് നമ്മൾ സൗന്ദര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ചിലർ പലരും കാണുന്ന കണ്ണിൻ്റെ അനുസരിച്ചാണ് സൗന്ദര്യം. ഇല്ലേ, നമ്മളിപ്പോൾ കാണുന്ന ചില സ്ഥലം എന്ത് രസം, മറ്റവനെ അങ്ങനെ തോന്നണമെന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചില ആരോ എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്ന, ഒരിക്കലും എഴുതി വെച്ചിട്ടില്ല, പക്ഷെ ചില ഇത് നാടകത്തിലാണെങ്കിലും അങ്ങനെ ഉണ്ട്. ഒരു പോലീസ് ഓഫീസർ സ്റ്റേജിൽ നിന്നാൽ തോന്നണം പോലീസുകാരാണ്, പുള്ളി കൊണ്ടോ ഹൈറ്റും വെയിറ്റും ഒക്കെ. അപ്പോൾ ഇത് പെട്ടെന്ന് ജോലി തീർത്ത്. പിന്നെ പ്രത്യേകിച്ച് ഒരാളൊരു വേഷം ചെയ്ത്, ഞാൻ മിക്കപ്പോഴും പറയും മലയാള സിനിമയിൽ പറമ്പിപ്പണിക്കാരനാണ് ഞാൻ, മിക്ക സിനിമയിലും അങ്ങനെ വിളിക്കാറുള്ളത്. അപ്പം ഇവരുടെ കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു അച്ചാനായിട്ട് തോന്നണമെങ്കിൽ എന്നെ പിടിച്ച് നിർത്തിയാൽ കറക്റ്റാണ് തോന്നുന്നു എന്ന് പറയുന്നത് എൻ്റെ കുഴപ്പമല്ലല്ലോ, ആ ഡയറക്ടറെ കുഴപ്പമില്ല. കാരണം പുള്ളിക്ക് അതിന് പറ്റിയ ഒരാളെ തപ്പിയെടുക്കും, എന്നെ കാണുന്നു, ഓക്കെ അതിനായിക്കോട്ടെ. അവരൊന്ന് മാറ്റി ചിന്തിക്കുകയോ അല്ലെങ്കിൽ അവർ മാറ്റി ചിന്തിച്ചാൽ അവർ അഡ്മിറ്റ് ചെയ്യുമോ എന്നുള്ളത് പേടിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ആത്യന്തികമായ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ സാമ്പത്തികം മുടക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതെങ്കിലും രീതിയിൽ ആ കാസ്റ്റിങ് പാളിപ്പോയെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസമില്ല. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന സംവിധായകരും പ്രൊഡ്യൂസർമാരും നടീനടന്മാരും ഉണ്ടായാൽ ഈ മാറ്റമൊക്കെ മാറി. അതിന് ഇപ്പോൾ നമ്മൾ സിനിമകളിലൊക്കെ നായിക എല്ലാം കാണിക്കും. ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, ഈ പല്ലിന് കമ്പിയിട്ട കട്ടപ്പന ഋതിക് റോഷനകത്ത് കണ്ടില്ലേ, പല്ലിന് കമ്പിയിട്ടൊരു നായിക എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അങ്ങനെ അതുപോലെ തന്നെ എനിക്ക് ചില നോട്ട് ചെയ്ത ചില സാധനങ്ങളെ നമ്മുടെ ഈ ഇതാകുന്നത് എന്തോ തൊണ്ടിമുതൽ സാക്ഷി എന്ന് പറഞ്ഞത്, അതിനകത്ത് നിമിഷാ സജ്ജൻ ചോറുണ്ട് ഈ ഉരുളയത്ത് ഇവിടെ ഇട്ട് ഇങ്ങനെ കഴിക്കുന്ന ഒരു സീൻ. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ എൻ്റെ വൈഫൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ സൈഡിലോട്ട് വെക്കും. നമ്മൾ നേരെ അല്ലാത്ത സിനിമകൾ കണ്ടു നായികമാർ കഴിക്കും, കുറച്ച് കൈ കഴുകത്തില്ല, ഇങ്ങനെ ഒക്കെ. അത് മാറി നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ, ഇങ്ങനെയൊക്കെ ചെയ്യും, ഇങ്ങനെയൊക്കെയാണെന്ന് കാണിക്കുമ്പോൾ ആ മാറ്റങ്ങൾ പല ചില കോണുകളിൽ സംഭവിക്കുന്നുണ്ട്. അതൊന്ന് പടർന്ന് വന്നാൽ ഇതൊക്കെ മാറി നമുക്ക് അങ്ങ് മാറ്റങ്ങളുണ്ടാകും, ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാകും. പിന്നെ ഇപ്പം ചോദിച്ച ചോദ്യത്തിലേക്ക് എന്നോട് ഇതുവരെ അങ്ങനെ ജാതിപരമായിട്ടോ അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ ചെയ്യത്തുള്ളൂ അങ്ങനെ ചെയ്യുന്നത് ഇതുവരെ എൻ്റെ ഈ നിമിഷം നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഞാൻ അനുഭവിച്ചത് നാടകത്തിലാണ്. ജാതീയത എന്നല്ല പറഞ്ഞത്, അത് ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ഈ നളനാശൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ നാടകമല്ലേ ഏറ്റവും അവസാനം കളിച്ചത്. അതിൻ്റെ ക്ലൈമാക്സിൽ ഞാനിങ്ങനെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകുന്നതാണ്, മരിച്ച ആത്മാവ് ഇറങ്ങിപ്പോകുന്നതായിട്ട്. അപ്പം അമ്പലപ്പറമ്പിൽ പള്ളിപ്പറമ്പിൽ ആളുകൾ വന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയോ കാലെ തൊട്ട് വീഴുകയും ചെയ്ത് ഞാൻ ഏത് ജാതിയാണെന്നോ ആരുടെ മകനാണെന്നോ എവിടെ ജനിച്ചതാണെന്നോ ഒന്നും നോക്കാം. അവരെ നളനാശൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ ഞാൻ എന്നാലും ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് ഇഷ്ടപ്പെട്ടവരാണ്. അല്ലാതെ എൻ്റെ ജാതിയോ മതം എത്രയോ ആളുകൾ പള്ളിയിലച്ചന്മാരായിട്ടുള്ളവരും അല്ലാത്തവരും പറഞ്ഞ് കുട്ടികൾ. എനിക്ക് ഞാൻ നേരത്തെ പറയാം, ഈ ഒരു ചക്കയില്ല, നമ്മുടെ ചക്ക കൊണ്ടൊരു അച്ഛൻ്റെ എനിക്ക് വീണ്ടും കുഞ്ഞാക്കു എൻ്റെ വേറെ ഒന്നും എൻ്റെ രാത്രി തരാനില്ല, ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് തന്നവരുണ്ട് ഇല്ലേ. അപ്പോൾ അതെൻ്റെ ഇത് നോക്കിയിട്ട് വല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ നമ്മളോട് നല്ലത് കൊടുക്കുന്നേ, അപ്പോൾ ഇനി വന്നോളില്ല. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്ന അതേ വിഷയത്തിലാണെങ്കിൽ ഇപ്പം സിനിമയിലേക്ക് ഇത്തരം പൊളിറ്റിക്സ് കയറി വരുന്നത് ഇപ്പം ദേശീയ തലത്തിലാണെങ്കിൽ പോലും അതിനെ സെൻസർ ചെയ്ത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധങ്ങൾ വരിക, അതിനെ ബൈക്കോട്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള അറ്റാക്കുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതേ സമയമാണ് ചുരുള് പോലെയുള്ള രാഷ്ട്രീയം സംസാരിക്കണം എന്ന് പറയുന്ന സിനിമ കേരള സർക്കാർ തന്നെ നിർമ്മിക്കുന്നത്. ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മിക്കുന്നത്, ചിത്രം നിർമ്മിക്കുന്നത്. അത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, അങ്ങനെ ചെയ്യണമെന്നേ, അങ്ങനെ ചെയ്യണം. ചെയ്യാതിരിക്കുക ഞാൻ ചൊല്ലും, നമ്മളെ ഇന്ത്യയെ 100 വർഷക്കാലം ബ്രിട്ടീഷുകാർ ഭരിച്ചു. അത് ഒരു ദിവസം കൊണ്ടല്ലല്ലോ നമ്മളവരെ ഓടിച്ചു വിട്ടത്, 100 വർഷം എടുത്ത് അവരെ മാറ്റിയെടുക്കാൻ ഇല്ലേ. നമുക്ക് നമ്മുടേതായത് അങ്ങ് ഇതൊക്കെ ഒരു ചലനമായി മാറട്ടെ. അങ്ങനെ ഉണ്ടായി ഈ നമ്മൾ അനീതിക്കെതിരെയല്ലേ എല്ലാവരും പ്രതികരിക്കുന്നത്. നടക്കില്ല എന്ന് പറഞ്ഞത് നല്ലത് ചെയ്യുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നത് എന്താ, ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടാകും. അത് പുതിയ തലമുറ, വിദ്യാഭ്യാസമുള്ള അറിവുള്ള തലമുറ വരുന്നുണ്ട്. അപ്പോൾ അവരതിന് രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കും. തമിഴ്നാട്ടിലൊക്കെ എത്രയോ സിനിമകൾ ഇങ്ങനത്തെ വന്നു കഴിഞ്ഞ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ ഇനി മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി. അപ്പോൾ ആ മാറ്റങ്ങളെ നമ്മൾ മാറിയ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയും ഇനി മാറാനുള്ളത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുമ്പോഴല്ലേ അതല്ലേ നമ്മുടെ ശരിക്കും നമുക്ക് മാത്രം ജീവിക്കാനുള്ളതാണോ ഈ ഭൂമി? ഇനി വരുന്നവർ കൂടെ ജീവിക്കണ്ടേ? അപ്പോൾ അവർക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ വഴി മാറ്റിക്കൊടുക്കുക, കല്ലും മുള്ളും പെറുക്കി മാറ്റുക എന്നുള്ള അതിനുവേണ്ടി നമ്മളെ വിട്ടിരിക്കുന്നത്. നമ്മൾ നടന്ന പാതയിൽ കടന്ന് ചെറിയ തെറ്റും കുറ്റങ്ങളും മാറ്റി വെക്കും. അടുത്ത ആൾ വന്നത് ഇനി ഒരു കുറേ തലമുറക്ക് ഇപ്പുറത്തോട്ട് വരുമ്പോൾ അവർ സുന്ദരമായി ഇവിടെ ജീവിക്കുന്ന നമ്മൾ പറയുന്ന പോലെ ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറും നമ്മുടെ കേരളം. ഉറപ്പില്ലേ? മാറണം. ഇതേപോലെ നായകനായിട്ട് വന്നു എന്ന് പറഞ്ഞു, ഇപ്പം ഹാസ്യ കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ഇഷ്ടം വില്ലനായിട്ട് വരാനാണ്. എന്തുകൊണ്ടാണ് വില്ലൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് എനിക്ക് തോന്നുന്നത്? ഇപ്പം ഈ
എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ചെയ്യാൻ അതിനകത്ത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക്. ഇപ്പം എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു വൈബ് മനസ്സിലായി. ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്. ഞാൻ സാധാരണ ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കും, വലിയ വലിയ കാര്യം അങ്ങനെയൊക്കെ തന്നെ ഉള്ള ആളാണ്. തമാശകൾ കണ്ടിച്ചിരിക്കുകയോ വലിയ വൈകാര്യം ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് ചൂടാകുന്ന ആൾ. ഇതൊന്നും അല്ലാത്തൊരു എന്നെ അവതരിപ്പിക്കുമ്പോഴാണ് ഞാൻ പെർഫോമർ ആകുന്നത്, അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നത്. അല്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു പ്രമോദ്, അപ്പോൾ അടുത്ത വീട്ടിലെ ഗോപിച്ചേട്ടൻ, ഞാൻ ഗോപിച്ചേട്ടനാണ് ഇങ്ങനെ ആയിരിക്കത്തുള്ളൂ. അപ്പം നേരെ മാറി കുറച്ചുകൂടെ പ്രശ്നക്കാരനായ ഗോപിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നക്കാരനാകാൻ തോന്നും. അപ്പോൾ പെർഫോമൻസിന് സാധ്യത കൂടുതൽ അങ്ങനെയുള്ള ക്യാരക്ടർ വേഷവും വില്ലൻ വേഷത്തിലാണെന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പ്രായമുള്ള ഞാൻ ഇതായിട്ട് തന്നെ അഭിനയിച്ചിട്ട് എന്ത് ചെയ്യാനോ, ഒന്നും ചെയ്യാനോ, വരിക ഡയലോഗ് പറയുക പോവുക എന്നുള്ളതല്ലാതെ വേറെ എൻ്റെ കഴിവുറവാണതേ, മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ താല്പര്യം നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറുകളാണ് വരുന്നുണ്ട്. നെഗറ്റീവ് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത് ചെറുതായിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് സന്തോഷം അതാണ്. ഞാൻ പാവമല്ലാത്ത ഒരാളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം. ഇതിനിടയ്ക്ക് കുറച്ച് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മതിലില് ഒട്ടിച്ച പോസ്റ്ററിന് അടുത്ത് നിന്നിട്ട് മുന്നേ നാടകത്തിന്റെ പോസ്റ്ററുകൾ വലിച്ചു കയറി അതേ മതിലില് ഒരു സിനിമയുടെ പോസ്റ്ററിന് ചാരി നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ട്, കാലത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നടന്ന സംഭവം. അത് എൻ്റെ വീടിനടുത്ത്, എൻ്റെ നാട്ടിൽ ഭയങ്കരമായി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലായിടത്തും എന്നെ 100% അല്ലെ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന ഒരാളുമല്ല ഞാൻ. നമുക്ക് ശത്രുക്കൾ മറ്റുണ്ടാകും, അതിന് ഞാൻ ഇതാകുന്നില്ല. അപ്പം വീടിനടുത്തൊരു നാടകം 2007 ആ നാടകം, കടലോളം കനിവ് എന്ന് പറഞ്ഞിരുന്നത്. എനിക്ക് 2ാമത് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന നാടകം. അപ്പോൾ ആ നാടകം വീടിനടുത്ത അമ്പലത്തിൽ SNDP കളിക്കാനായിട്ടെല്ലാം ബുക്ക് ചെയ്തു. അപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ നാടകം കഴിഞ്ഞ് വരും, രാത്രി 2 മണിയായി വരുമ്പോൾ എൻ്റെ വീടിനോട്ട് കയറുന്ന ഒരു സ്കൂളാണ്. സ്കൂളിൻ്റെ സൈഡിൽ 2 മതിലുണ്ട്. അപ്പോൾ ആ മതിലിൽ ഈ നാടകത്തിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുക. പോസ്റ്ററിൻ്റെ കഥയൊക്കെ പറഞ്ഞ് വേറെ ഒരുപാടുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നതായിട്ടുണ്ട്. ആ പോസ്റ്ററിലോട്ട് ഞാൻ ഇങ്ങനെ, എൻ്റെ മോശമല്ലാത്തൊരു തലയായിരുന്നു, ഇങ്ങനെ ഒരു വലിയ തല. അപ്പോൾ ഞാനതിങ്ങനെ നിലാവുണ്ട്, വണ്ടി ഓട്ടോറിക്ഷക്കാരൻ കൊണ്ട് ഇറക്കി. ഞാൻ എന്നും സ്ഥിരം വരുന്ന ഓട്ടോക്കാരനാണ്. നടന്ന് ഞാനങ്ങോട്ട് പോകുന്നല്ലോ കാണിച്ചു, പുള്ളിയെ ഒന്ന് കാണിക്കാൻ വേണ്ടി നടന്ന് പുള്ളി ഓട്ടത്തിൽ ഞാൻ തിരിച്ചു വന്നു. ഞാനിങ്ങനെ കൈ കിട്ടി ആ പോസ്റ്റർ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു പടമൊക്കെ കുട്ടിക്കാന്ന് പറയും. ഞാൻ പോയി കിടന്നുറങ്ങി. കുറച്ച് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ, അന്ന് നാടകമുണ്ട് പോകണം, 9 മണിയൊക്കെ ആയപ്പോൾ അനിയൻ വന്നു, അച്ഛൻ ഒന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ ചേട്ടാ അച്ചാച്ചൻ്റെ പോസ്റ്റർ ഉണ്ടായി കീറി കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ആരിലും പിള്ളേരും ഇല്ലായിരിക്കണം. അതല്ല പിള്ളേരൊന്നുമില്ല, അച്ചാച്ചൻ്റെ പടം മാത്രം കീറി കളഞ്ഞിരിക്കുന്നു. കുറേ ഒരു 7 പേരോളം ഉണ്ട് അതിനകത്ത് എൻ്റെ പടം. അപ്പോൾ എനിക്ക് സ്വാഭാവികം ഞാൻ പിള്ളേരായിരിക്കും ഒരു കാര്യം, ഇത് മൊത്തം കീറി വേറെ എടുത്ത് ഒട്ടിക്കാൻ പറഞ്ഞു. വീട്ടിലിരിപ്പുണ്ട് നാടകം നമ്മുടെ, അതൊട്ടിച്ച കുറച്ച് നേരം കഴിയുമ്പോൾ അതും കീറിക്കളഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഒട്ടിക്കണ്ടാകും, കളഞ്ഞേക്കാൻ പറഞ്ഞു. പോയി കുറച്ച് നാൾ കഴിഞ്ഞ് അത് സ്റ്റേറ്റ് അവാർഡ് മത്സരത്തിൽ പങ്കെടുത്ത് ഞാൻ നല്ല 2ാമത്തെ മികച്ച ഹാസ്യ നടനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അങ്ങനെ അതിന് എനിക്ക് വീടിനവിടെ ആദരവ് തന്നു, നാട്ടുകാർ ആദരവ് തന്നപ്പോൾ ഞാനിത് പറഞ്ഞു. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞ് ഈ ശബ്ദപരിധിക്കുള്ളിലോ അല്ലെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയോ കേട്ടോണ്ടിരിക്കുകയോ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വലുതാണെങ്കിലും എങ്ങനെയുള്ളവരാണെങ്കിലും എൻ്റെ ആ പോസ്റ്റർ നിങ്ങൾ കീറി, വേദനയുണ്ട്, വല്ലാത്ത വേദനയുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ഉറച്ചു, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നിങ്ങളെ കൊണ്ട് എൻ്റെ സിനിമയുടെ പോസ്റ്റർ ഞാൻ കീറിക്കുമെന്ന് പറഞ്ഞു. അത് എത്ര വർഷം, 2007 പറഞ്ഞത്. അതെൻ്റെ കോൺഫിഡൻസ് പറഞ്ഞാൽ നമ്മൾ നാടകം കഴിയുമ്പോൾ ഗ്രീൻ റൂമിൽ വരുമ്പോൾ എൻ്റെ തോളത്തോട്ട് തട്ടി പ്രമോദേട്ടാ നന്നായിരുന്നു, മോനെ കൊള്ളാം. ചിലർ വന്നു ചേട്ടൻ സിനിമയിൽ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കാറ്. ആ ചോദ്യമാണ് ശരിക്കും എന്നെ ഇങ്ങനെ പറയിപ്പിക്കാൻ പ്രാർത്ഥന. അപ്പോൾ എന്നെ സിനിമയ്ക്ക് പറ്റുന്ന ഒരാളാണോ എന്നെനിക്ക്, അല്ലാതെ വേറെ ഒരു മറ്റ് ഇതൊന്നും ഇല്ലെന്ന്. ഞാൻ 50 പൈസ കൊടുത്ത് TV സിനിമ കണ്ടുള്ള ആളാണ്. നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിൽ TV ഉണ്ട്, അവിടെ 50 പൈസ കൊടുക്കണം സിനിമ കണ്ടെങ്കിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. അപ്പം ഞാൻ എങ്ങനെ സിനിമയിലെത്തും എന്നുള്ളത്. പക്ഷേ ഈ പറച്ചിലൊക്കെ എന്നെ അങ്ങനെ തോന്നിപ്പോയി. അങ്ങനെ ആ കഥ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇത് പറഞ്ഞ് കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ചാക്കാല എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. അപ്പോൾ ഈ കഥ ഞാൻ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ഇങ്ങനെ അവിടെ വരെ പറഞ്ഞു തീർത്തിട്ടുള്ളൂ. ഇത് പിന്നീട് സംഭവിച്ചു, ഇപ്പോൾ പറഞ്ഞ പോലെ. അങ്ങനെ അദ്ദേഹം രാത്രി 2 മണിയൊക്കെ 12 മണിയൊക്കെ അപ്പോൾ അവിടെ പോസ്റ്റർ കൊണ്ടുവിട്ടിച്ച് അതേ സ്ഥലത്ത്. എന്നെ രാത്രി ഫോൺ ചെയ്തു, പ്രമോദ് എവിടെ? ഞാൻ വീട്ടിലുണ്ട്, ഒന്ന് എഴുന്നേറ്റ് നമ്മുടെ സ്കൂളിനോട് ഞാൻ ചെന്ന് വാ, അത്യാവശ്യം ഒരു കാര്യമുണ്ടെന്ന്. ഞാൻ വൈഫിനോട് പാടി എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ വെച്ചാൽ ഞാൻ വരാൻ ഒരു കാഴ്ച കാണിക്കുന്നത്. വരുമ്പോഴാണ് 2 പോസ്റ്ററിൻ്റെ എൻ്റെ ഇതിനെക്കാട്ട് വലിയ തലയുള്ള 2. നമ്മളത് ഇപ്പം ഒരു സന്തോഷം വേണം. അപ്പോൾ അത് ആ പോസ്റ്റർ ഇട്ടിച്ച് എൻ്റെ കൂട്ടുകാരനും പോസ്റ്റർ കീറിക്കളഞ്ഞ കൂട്ടുകാരനാണെങ്കിലും ആരെല്ലാവർക്കും സന്തോഷം. അത് കാലം കൊടുക്കുന്നതാണെന്നല്ല, നമ്മളല്ല. ഞാൻ ഭയങ്കര സത്യസന്ധമായി തന്നെ ഈ മേഖലയെ ഞാൻ സമീപിക്കുന്നത്. അല്ലാതെ എനിക്ക് ഭയങ്കരമായി വലിയ ഇവിടുത്തെ കോടീശ്വരനാകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആകണമെന്നോ ഇങ്ങനെ ഒന്നുമല്ല. നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്ന് അടയാളപ്പെടുത്തി പോകാനുള്ള ഇതൊക്കെയാണ്. ഇതേപോലെ നാട്ടിൽ നടന്ന വേറൊരു സംഭവമായിരുന്നു ടൊവിനോയ്ക്ക് കൊടുത്ത സ്വീകരണം.
അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത നീല വെളിച്ചം എന്ന സിനിമയിൽ നല്ലൊരു കഥാപാത്രം ടോവിനോയുടെ കൂടെ ചെയ്തു. അതിനു മുന്നേ കളയിലാണെങ്കിലും ടോവിനോയുടെ കൂടെ ഉണ്ടായിരുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും, കള, ഇതെല്ലാം ടോവിനോയുടെ കൂടെ വളരെ ശക്തമായിട്ടുള്ള കൂട്ടുകെട്ടിൽ വരുന്നുണ്ട്. ആ ഒരു ഇൻഫ്ലുവൻസ് കരിയറിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇഷ്ടമാണ് ഭയങ്കര പുള്ളിക്ക്. പക്ഷെ ഒരു സ്ഥലത്തും പുള്ളി പറഞ്ഞായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ പ്രമോദിനെ വിളിക്കണമെന്ന്. ഇൻസിഡൻ്റ് ആയിട്ട് സംഭവിച്ചു പോകുന്ന ഇൻസിഡൻറ്റ്. അപ്പം ചേരുന്ന പുള്ളിയാണ്, കുഴപ്പമില്ല, അല്ലെങ്കിൽ വേണ്ടാന്ന് പറയത്തില്ല, അങ്ങനെ ഒരു ബന്ധം. പിന്നെ അല്ലാതെ ഒരിക്കലും പുള്ളി പറഞ്ഞിട്ടല്ല, അത് തന്നെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാൻ പറഞ്ഞിട്ടില്ല, ചേട്ടൻ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത്. പക്ഷേ പുള്ളിക്ക് ഭയങ്കര താല്പര്യം എന്നോട്. അതെന്തോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാനൊരു അനാവശ്യമായ ഒരു കോള് പോലും ചെയ്യാറില്ല പുള്ളിക്ക്. ഒരു എന്താ എവിടെയാണ് സുഖമാണ് അങ്ങനെ ഒന്ന് അവിടെ പുള്ളിയുടെ ആളിരിക്കുകയാണെങ്കിൽ ഞാൻ അടുത്തോട്ട് പോലും പോവില്ല. ഞാൻ ആ മനുഷ്യന് കൊടുക്കേണ്ട സകല സ്നേഹവും ബഹുമാനവും ആദരവും കൊടുക്കുന്നുണ്ടായിരിക്കാം എന്നെ കിട്ടുന്നത്. ഈ ഇത്രയും സൗഹൃദവും ഇത്രയും സ്നേഹവും ഉണ്ടെങ്കിലും എൻ്റെ വീടിനടുത്ത് ഇപ്പോൾ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് 15 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റ ദിവസമേ പോയുള്ളൂ അദ്ദേഹത്തിന്. എന്ന് പറയുക, ഞാൻ ചെന്ന് നിൽക്കുമ്പം ഈ നാട്ടിലുള്ളവരെല്ലാം ഒരു ഫോട്ടോ ഇടാം. ഒരു ഫോട്ടോ എന്ന് പറയാൻ എനിക്ക് ഇവരെ മുറിപ്പിക്കാനൊക്കെ അല്ല, ഇദ്ദേഹത്തെ മുറിപ്പിക്കാൻ. അപ്പം ഞാൻ ബുദ്ധിപരമായ തീരുമാനം എടുത്തു, പോകണ്ട. എനിക്ക് അതിനകത്തോണ്ട് കുറച്ച് മാറിയായിരുന്നു, അത് ഞാൻ പോയി ചെയ്തു. അപ്പോൾ എന്തോ ആത്മബന്ധമുണ്ട്, അതുകൊണ്ടാണ് സന്തോഷം. അത് മുന്നോട്ട് പോട്ടെ. ആ ഒരു സ്വീകരണം എങ്ങനെയായിരുന്നു? അത് പറയാനൊക്കെ അത് സ്വപ്നത്തിനപ്പുറത്താണ്. നമ്മൾ ഈ കണ്ട സ്വപ്നങ്ങളെന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഈ വീടിൻ്റെ അടുത്തൊരു നാടകം കളിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള നാടകത്തിലുള്ള അന്നത്തെ നാടകത്തിലുള്ള GK പിള്ള സാറിനൊക്കെ കൂടെ വെച്ചിട്ട് ഒരു 100 മീറ്റർ അപ്പുറത്തുള്ള എൻ്റെ വീട്ടിലോട്ട് ഞാൻ കൊണ്ടുപോയില്ല. അന്ന് വീട്ടിൽ അദ്ദേഹത്തെ കൊണ്ട് ഇരുത്താനൊരു കുറണ്ടി പോലും ഇല്ല. എൻ്റെ വീട്ടിൽ കുറണ്ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്ന ചെറിയ തടിയുടെ ഒരു നല്ല കസേരയില്ല, ഒരു വീടെന്ന് പറയാൻ അപ്പോൾ തന്നെ മനസ്സിലാവില്ല. അന്നത്തെ അതുപോലൊരു സാഹചര്യത്തിൽ ജീവിച്ച് ഞാൻ നാടകം കളിച്ച് വീട് വെച്ചു. അതിനുശേഷം സിനിമയിലെത്തിയപ്പോഴും വീട് വെക്കാനുള്ള രണ്ടല്ല ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഞാനിപ്പോൾ സിനിമയ്ക്ക് വരുമ്പോൾ നല്ല ഹോട്ടലുകളിൽ, വലിയ ഹോട്ടലിൽ, നല്ല റൂമുകളിൽ AC-ലൊക്കെ കിടക്കും. അപ്പം അങ്ങനൊന്നും എൻ്റെ വീട്ടുകാർക്ക് കിടക്കാനൊന്നും പറ്റിയിട്ടില്ല. അച്ഛനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നല്ല ഒരു മെത്തയെ കിടക്കാൻ എൻ്റെ അച്ഛന് പറ്റിയിട്ടില്ല. മരിക്കാറൊക്കെ ആയപ്പോഴാണ് പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. അപ്പം എൻ്റെ ഭാര്യയും അമ്മയും അച്ഛനും അല്ലെങ്കിൽ മകനും അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടക്കുന്നു അവരവിടെ കിടക്കുന്നുണ്ട് ഉറപ്പ് വരുത്തും മാത്രമേ എനിക്ക് ഈ AC കിടന്ന തണുപ്പുണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ സുരക്ഷിതമായി കിടക്കട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ്. കള്ളക്കടമാണെങ്കിലും കടവാകട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. സിനിമയിൽ നിന്ന് കിട്ടിയതിനൊക്കെ എൻ്റെ അപ്പം അത്ര പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ അത്ര കുന്തളിപ്പ് നീ കാണിക്കണമായിരുന്നു ചോദിക്കും. പക്ഷേ വീട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ സത്യം. അത് മറ്റുള്ളവർ പറഞ്ഞറിയിക്കേണ്ട അല്ലെങ്കിൽ പോഷ് കാണിക്കാനൊന്നുമല്ല. ആ വീട് വെച്ചപ്പോൾ ഈ GK പിള്ള സാറ് പുള്ളി വരാത്തല്ല, ഞാൻ കൊണ്ടുവരാത്ത വീട്ടിലേക്ക് 19 നടന്മാർ വന്നു. അതിൽ ടൊവിനോ ഉൾപ്പെടെയുള്ള, രാജശേഖരൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഷാജൻ ചേട്ടൻ ഉൾപ്പെടെ ഒരു നാടിൻ്റെ ഒരു ഉത്സവമായി മാറി. അത് ഇപ്പോഴാണ് ശരിക്കും എന്നോട് നിനക്ക് എന്നാ പണിയെന്നൊക്കെ ആളുകൾക്ക് മനസ്സിലായി, എനിക്ക് എന്നാ പണിയെന്നൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയത്. അപ്പോൾ അത് വലിയ സന്തോഷം. അത് പുള്ളി വല്ലാത്തൊരു അഡ്രസ്സും വല്ലാത്തൊരു ജീവിതം നീട്ടി തന്ന ദിവസം അത് ഏപ്രിൽ 19. എങ്ങനെ മറക്കാനാണ്? ഞാൻ നടന്നു വന്ന വഴികളിൽ ഒരു പല കാര്യങ്ങളും ഇൻസിഡൻ്റ് ആയിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ കൈ ചൂണ്ടി തന്നിട്ടുള്ളവർ, കൈ നീട്ടിയവർ എന്നും ജീവിതത്തിൽ ഈ നിമിഷം വരെ ഞാൻ മറക്കില്ല. അത് മറന്നാൽ പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ പേര് മാറ്റി പറയണ്ടേ? അച്ഛൻ്റെ പേര് പ്രകാശം, അത് തന്നെ ഞാൻ മരിക്കുന്നവരെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇതിൻ്റെ ഇടയിൽ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡയലോഗ്, അത് സിനിമയുടെ റിലീസിന് ശേഷം ഏറെ വിമർശിക്കപ്പെട്ടു. അതിനുശേഷം ഒരുപാട് സൈബർ ഇടങ്ങളിലൊക്കെ ട്രോളുകൾ ഉണ്ടായി. പക്ഷെ അതേസമയം സിനിമ വാണിജ്യപരമായിട്ട് ഏറെ നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ പേഴ്സണലി എനിക്ക് തോന്നുന്നു കുറച്ച് കഠിനമായിട്ടുള്ള ഒരു എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുക, എന്നെ വല്ലാതെ മോശക്കാരനാണ്. എൻ്റെ വൈഫും അവരൊക്കെ ഞാൻ പറഞ്ഞു സാധാരണക്കാരാണ്. അന്ന് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ വേദനിക്കുക. നമ്മളോടൊന്നിനും അച്ചാച്ച, എന്നെ വൈഫ് അച്ചാച്ച, എൻ്റെ ബന്ധുക്കളെല്ലാവരും അച്ചാച്ചാന്ന് വിളിക്കും. അച്ചാച്ച നമ്മളോടൊന്നിനാ ഇങ്ങനെയൊക്കെ, നമ്മൾ എന്ത് ചെയ്തിട്ടാ? ഞാൻ ആരോടും ഒരു തെറ്റ് ചെയ്യാനോ ഒരാളുടെ വേഷം മേടിക്കാനോ അല്ലെ എനിക്കുള്ളതിനെ ചെയ്തു പോലെ. അത് ശരിക്കും വന്ന് വേറൊരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ചെന്ന് കണ്ട കാഴ്ചകളാണ് ഞാൻ പറഞ്ഞത്. 7 ക്യാരവാനൊക്കെ ഉള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ അമ്പലപ്പറമ്പിൽ കപ്പ ഇട്ടെടുത്തും റബ്ബർ ഇട്ടെടുത്തും ഒക്കെ ഇരുന്ന് മേക്കപ്പ് ചെയ്ത് നാടകം കളിച്ച് വന്ന ആളാന്നേ. ഒരു നല്ല ഗ്രീൻ റൂമിൽ ഓഡിറ്റോറിയങ്ങളിൽ എങ്ങനെ വന്നെങ്കിൽ മാത്രമേ നല്ല ഗ്രീൻ റൂം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കപ്പയിട്ട സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ഓണത്തിനൊക്കെ പരിപാടികളൊക്കെ ഏതെങ്കിലും വീടിന് സിറ്റ് ഔട്ടല്ലായിരിക്കും, എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് അങ്ങനെ മേക്കപ്പ് ചെയ്ത് വന്ന് ഞാൻ എൻ്റെ പേരെഴുതി ഒരു ക്യാരവാൻ കാണുമ്പോൾ ഞാൻ ഞെട്ടുകയില്ല. മനുഷ്യനല്ലേ ഞാനും മദ്യ മാംസം കൊണ്ട് ഉണ്ടാക്കിയവനാ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ എന്നെ. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു. ദൈവം എൻ്റെ പേരെഴുതി അതിനകത്ത് കയറി മേക്കപ്പ് ചെയ്ത് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ സെക്യൂരിറ്റി എൻ്റെ 3 ഇരട്ടിയുള്ള ജിമ്മന്മാരാണ് എൻ്റെ കൂടെ വരുന്നത്. അങ്ങനെ കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിച്ച് അല്ല അവിടുത്തെ ഒരു സ്ഥലത്തും ഇരിക്കുക, ചേട്ടാ അത് സെറ്റാണ്, അയ്യോ ഇത് സെറ്റാണ്, നമുക്ക് ഒന്നും തൊടാം. അത്ര ഭയങ്കര എൻ്റെ സിനിമാ ജീവിതത്തിൽ അത്രയും വലിയ കാഴ്ചകൾ ഞാൻ കണ്ടിട്ടില്ല. അതിന് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും
അവിടെ ചെന്നൊരു കുറച്ച് ദിവസം താമസിച്ചു. ആ സിനിമയുടെ ഇത് കണ്ടു. ഞാൻ പിന്നെ നായികയുള്ള ഐശ്വര്യ ലക്ഷ്മി അല്ലേ, അദ്ദേഹം പിന്നെ ദുൽഖർ അതിൻ്റെ കൂടെ അവർ രണ്ടുപേരും അവരുമായിട്ടാണ് എൻ്റെ കോമ്പിനേഷൻ. ഒരു സാധാരണപ്പെട്ട ഒരു പെട്ടെന്ന് ചെറിയ ഹൃദയമുള്ള ഒരു ഇതിപ്പോൾ ഒരു സന്തോഷിക്കാൻ സമയം വേണം. ഞാൻ വല്ലാതെ സന്തോഷിച്ചു. അത് ഞാൻ സീൻ എടുത്ത് പുള്ളി അവർ രണ്ടുപേരുമായിട്ടുള്ള സീൻ കഴിഞ്ഞ് വന്നു. ഇവിടെ നിന്ന് ഇൻ്റർവ്യൂ ഇരുന്നപ്പോൾ വിളിച്ച് ഞാൻ പറഞ്ഞു കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ചോദിക്കും. കുഴപ്പമില്ല, ഇങ്ങനെ മേഡം ഇങ്ങനെ പറയാൻ നോക്കും എനിക്ക്. അത് ഇൻട്രോ ഇപ്പോൾ പടം കണ്ടല്ലേ, ഇൻട്രോയിൽ എന്നെ കൊല്ലാൻ വരുന്നേ. അപ്പം ആ ചെറിയ മനസ്സുള്ള ഞാൻ അല്ല അങ്ങനെ തന്നെ വീട്ടിൽ പറയില്ല. അദ്ദേഹം ഇങ്ങനെ എങ്ങനെയുണ്ട് സിനിമ ചോദിച്ചപ്പോൾ ദുൽഖറിന് എന്തായാലും ആ കാറ് കാണിക്കുമ്പോഴേ കൈയടി തുടങ്ങി. കേരളത്തിലെ എല്ലാ തിയേറ്ററിലും കൈയടിച്ച്. അപ്പോൾ അത് വരുന്നത് തന്നെ എന്നെ കൊല്ലാനോ. അപ്പോൾ അതിനകത്ത് ഞാനൊരു 10 എടുക്കുമെന്ന് പറഞ്ഞുള്ളൂ. ഇതിനു മാത്രം എന്നെ കൊല്ലാനോ അത് അല്ല. ആ പടം കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരൊറ്റ വാക്കലാടെന്ന് പറഞ്ഞേരെ. അത് പറയല്ലേ, ഇത് ആ അർത്ഥത്തിൽ പറഞ്ഞല്ലേ. അതിനടി വന്ന കമൻറ്റുകൾ കണ്ടില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് തെറ്റാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ലേ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണം. ഇപ്പോൾ നമ്മൾ കുടിക്കുന്ന ഒരു വെള്ളം ഞാൻ കുടിക്കുന്ന അതേ ടേസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് വാശി പിടിക്കാൻ നോക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ആ സിനിമ പരാജയപ്പെട്ടു പോയത്, അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോയത് ഇങ്ങനെ ആയിപ്പോയെന്ന് പറയുന്നത് അത് പിന്നെ എൻ്റെ പുറത്തോട്ട് കയറാമെന്നുള്ള. ഈയിടെ തന്നെയുള്ള ഒരു ഇൻ്റർവ്യൂവിൽ എനിക്കത് ഭയങ്കര മാനസിക പ്രയാസം ഉണ്ടായി. ഒരു ഇൻ്റർവ്യൂ വീട്ടിൽ വന്നെടുത്താൽ അപ്പോൾ ആ വന്ന പുള്ളിക്കാരി ഇട്ട ഡ്രസ്സ് മോശമായി പോകുന്നു. അത് ഞാനാണോ കാരണക്കാരൻ? എൻ്റെ വീട് മിലിറ്ററി ക്യാമ്പൊന്നുമല്ല. മിലിറ്ററി ക്യാമ്പാണ്. എൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാവുള്ളൂ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയൊക്കെ വരാവുള്ളതെന്ന് പറയാൻ. എൻ്റെ വീട്ടിലോട്ട് വരുമ്പം ആ കാണിക്കേണ്ട മാന്യത കാണിക്കേണ്ട വരുന്നവരല്ലേ കാണിക്കണ്ടേ? ഇല്ലേ? അതൊന്ന് മോശപത്രമൊന്നുമില്ല. അത് ഈ ആ കുട്ടിക്ക് അത് ഇപ്പം നിങ്ങൾ ഇട്ടിരിക്കുന്ന ദിവസം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിട്ടില്ല ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇന്നത് ഇട്ടോണ്ടേ വരാവുള്ളൂ. അതിനടി വന്ന തെറിയാന്ന് പച്ച തെറി എഴുതിയിട്ടിരിക്കുന്നത്. എന്ത് നേട്ടമാണെന്ന് എനിക്ക് മനസ്സിലായത്. അത് എന്ത് തരം സുഖമാണ്. ഞാനത് തപ്പിച്ചെന്ന് ഇങ്ങനെ ആരാതൊന്നും ചോദിക്കുക. അഡ്രസ്സില്ല, ബാക്കി ഇങ്ങോട്ടില്ല. അങ്ങനെയുള്ളവർ അതോട് വെക്കണ്ടേ. ഞാനാണ് ധൈര്യമായിട്ട് പറയണ്ടേ ഞാനാണ് പറഞ്ഞിരിക്കുന്നത്, എന്താ നമുക്ക് എന്നാന്ന് ചോദിക്കാനുണ്ട്. പിന്നെ അതുകൊണ്ടൊരു സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം. എന്നെ കൊണ്ട് അങ്ങനെങ്കിലും ഒരു സുഖം പുള്ളി കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെ ആരാണെന്ന് വെച്ചാൽ അവർക്ക് ആയിക്കോട്ടെ. ഇത്തരം ഇത് കിങ് ഓഫ് കൊത്തയുടെ ഭാഗമല്ലാതെ തന്നെയും ഒരുപാട് സിനിമ നാടക രംഗത്തെല്ലാം ഉള്ള ആളുകളെ ഇത്തരം സൈബർ ഇടങ്ങളിൽ അറ്റാക്ക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി വരുന്ന ഒരു കാര്യമാണ്. അതിനെതിരെ ഒരുപാട് പേര് കലഹിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ആർക്കും അതിനൊരു നീതി കിട്ടിയതായിട്ട് നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ അത്തരം വിഷയങ്ങളിലുള്ള ഒരു പ്രതികരണം എന്ത് പറയാനാണ്? അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരെന്നാ ചെയ്താൽ രക്ഷപ്പെടുന്നില്ല. അവർക്ക് അത് ഞാൻ നോക്കിയിട്ട് എന്തോ അത് വല്ല അസുഖം വല്ലതും ആയിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ മോശം ഞാനൊരു ഇന്നൊരു വാക്ക് പറഞ്ഞു എന്നാണെങ്കിൽ നമ്മൾ എല്ലാം നമ്മൾ ഉള്ളിൽ തട്ടിയിട്ട് തന്നെ പറഞ്ഞു. ഉള്ളിൽ വന്ന് ഇവൻ ദാരിദ്ര്യം വിളിച്ച് പറഞ്ഞു. എൻ്റെ പ്രശ്നങ്ങളാണ് അവർ ദാരിദ്ര്യം. എൻ്റെ ദാരിദ്ര്യം എനിക്ക് അയലോക്കാരൻ്റെ ദാരിദ്ര്യം പറയാൻ നോക്കുക. നിങ്ങൾ വന്നിട്ട് ചോദ്യം ചോദിക്കുമോ? പ്രൊമോട്ടറിൻ്റെ നാടകത്തിലേക്കുള്ള അല്ലെങ്കിൽ സിനിമയിലേക്കുള്ള ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ അപ്പുറത്ത് അയലോക്കാരൻ്റെ കഥ പറഞ്ഞാൽ മതിയോ? എൻ്റെ കഥയല്ലേ പറയാൻ ഒക്കത്തുള്ളൂ, ഞാൻ വന്ന വഴിയല്ലേ പറയാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ അതാണ് എന്ത് പിന്നെ പോരുമ്പോഴും വീട്ടിൽ അമ്മയും വൈഫും മോനും പറയും ചാച്ചാ ദൈവം തീർത്തു. ഇപ്പം തന്നെ മനസ്സിലായി നിർത്തുന്നുണ്ടോ സംസാരം? അതാ ഞാൻ ഇതൊന്നും ആരോടുള്ള പരിപോലെ നമ്മൾ ഇങ്ങനെ ജീവിച്ചൊരു ജീവിത സാഹചര്യത്തിൽ കൂടെ വന്ന ആളാണെന്ന്. ഞാൻ നന്നായിട്ട് സ്റ്റേജിൽ കയറുന്നു, നന്നായിട്ട് ശബ്ദത്തിൽ സംസാരിച്ച് വന്ന ആളാണ്. ഇനിയും സംസാരിക്കും. അതാണ് എൻ്റെ നിലപാട്. ശരികളെ ശരികളും തെറ്റുകളെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പണിയില്ലാതായി പോയാലും എന്ത് ചെയ്യും? എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു മേസ്ത്രി പണിയാരനായിരുന്നു. അതിൽ തന്നെ ഇപ്പോൾ വേറൊരു ക്രൂഷ്യലായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഇവിടെ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതിലൊരുപാട് അനീതികളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒരുപാട് ലിംഗവിവേചനം ഉണ്ടായതിനെ പറ്റി പറയുന്നുണ്ട്. ലിംഗവിവേചനം എന്നുള്ള മാത്രമല്ല, സെറ്റുകളിൽ വിവേചനം, എല്ലാ തരത്തിലുമുള്ള വിവേചനം ഉണ്ട് എന്നുള്ള രീതിയിൽ അതിൽ റിപ്പോർട്ടിൽ വരുന്നുണ്ട്. ഇതിനോടുള്ള പ്രതികരണം എന്തെങ്കിലും? ഇല്ല, അങ്ങനെ അത്ര അധികാരികമായി സംസാരിക്കാൻ അതൊന്നും ഇങ്ങനെ ടി വിയിലെ കാണുന്നല്ലാതെ അതേക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തിനാണ് വിവേചനത്തിൻ്റെ ആവശ്യമില്ല. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും തൊഴിൽ വരുന്നു, തൊഴിലെടുക്കുക, പോവുക. എല്ലാവരും ഈ വയറിന്ന് ഒന്ന് നിറയ്ക്കാൻ വേണ്ടിയല്ലേ. പക്ഷെ അവരത്തരം വിവേചനം നേരിടുന്നുണ്ട് അവരുടെ അനുഭവങ്ങളായിരിക്കുമല്ലോ അവർ പറയുന്നത്. അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ അത് ശരിയല്ല, അതില്ലെങ്കിൽ അത് എൻ്റെ ശരിയായ ഒരു എല്ലാവർക്കും തുല്യ നീതി. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ തന്നെ പറട്ടെ. മാറണമല്ലോ. പഴയ മാറ്റിയിട്ടില്ലേ? എന്തെല്ലാം മാറിയിരിക്കും നമ്മുടെ കാലം. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മാറിക്കൊണ്ടേയിരിക്കും. മാറ്റമാണല്ലോ. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമുള്ള പറഞ്ഞ പോലെ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. മാറുന്നത് എത്രയോ പേര് അങ്ങനെ എന്തെല്ലാം സിനിമയിൽ നമ്മൾ സ്വപ്നം കാണാത്തതിന് അപ്പുറത്തോട്ടൊക്കെ എത്തിയത്. ഇപ്പം എന്താ പറയുക, എല്ലാവരുടെ വീട്ടിലുണ്ടെന്ന് അമ്മയും പെങ്ങന്മാരും ഭാര്യയും ഒക്കെ ഉണ്ട്, പെണ്ണുങ്ങൾ. അപ്പോൾ എല്ലാവരോടും നമ്മൾ അങ്ങനെ തന്നെ കാണട്ടെ. എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്.
എന്നൊക്കെ തന്നെ കണ്ട് എല്ലാവരും തൊഴിലെടുക്കാൻ വരുന്നവരാണ്. അവരവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അടയാളപ്പെടുത്താൻ വരുന്നവരാണ്. അവരൊക്കെ അടയാളപ്പെടുത്തിയിട്ട് പോട്ടെന്നേ. എല്ലാവരുടെ സന്തോഷം. ഉള്ള ബിരിയാണി നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. മലയാള സിനിമയിലെ ഏറ്റവും അടയാളപ്പെടുത്തുന്ന ഒരു നടനായിട്ട് എല്ലാ കാലത്തും ഉണ്ടാവട്ടെ. അപ്പോൾ വളരെ സന്തോഷം. ചുരുള എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതൊരു കുഞ്ഞു പടമാണ്, പക്ഷേ പറയുന്ന വിഷയം വലിയ വിഷയമാണ്. ആ വിഷയം ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറട്ടെ. എല്ലാവരും ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ശരികളെയും ശരികേടുകളെയും പറയുക. നല്ലതാണെങ്കിൽ കൈയടിക്കുക, മോശമാണെങ്കിൽ വിമർശിക്കുക. ആ വിമർശനങ്ങൾ കൃത്യമായി മനസ്സിന് നോക്കാത്ത രീതിയിൽ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പറയുക. പിന്നെ അത് അരുൺ എന്ന് പറഞ്ഞ എൻ്റെ ഡയറക്ടർ, പടത്തിൻ്റെ ഡയറക്ടർ, ഞാൻ ആദ്യം വരച്ച് ഈ പുള്ളി ഇങ്ങനെ ഇത് നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്യുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല, പലപ്പോഴും പുള്ളിയെ കാണും ഇങ്ങനെ തന്നെ പഞ്ചഭാവമാണ്. അപ്പോൾ പഞ്ചഭാവം എന്ന് പറയുന്ന സിനിമ തന്നെയാണോ അത് വേറെ കാര്യം. പുള്ളി അങ്ങനെ പുള്ളിയുടെ എത്രയോ കാലത്തെ വല്ലാത്തൊരു സ്വപ്നമാണ്, ഒരുപാട് കാലത്തെ സ്വപ്നവും. അത് പിന്നെ ചെറിയ പൈസയിൽ ഒരു വലിയ കഥ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശമൊക്കെ ഒന്നും മോശമില്ലാതെ പോയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ കണ്ട് നിങ്ങളിതിൻ്റെ ചുരുളഴിക്കുക. ഈ അഴിഞ്ഞ് കാണുന്ന ചുരുളിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക. സിനിമ വിജയിപ്പിക്കുക. താങ്ക് യു സോ മച്ച്.